പ്രിയരെ നമസ്കാരം. ഇന്നത്തെ കുടുംബ ബന്ധങ്ങളെ വിളക്കിച്ചേർക്കുന്ന കണ്ണികളാണല്ലോ മക്കൾ. അപ്പോൾ മക്കൾ അറിയേണ്ടതായ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നു. അപ്പോൾ ആ സബ്ജക്റ്റിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ സ്വാഗതം പ്രിയരെ. ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷനിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ ശശികല. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഞാൻ അവരുടെ ഇടയിലൊരു ഗൈഡറാണ്. തീർച്ചയായിട്ടും PG വരെയുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കുവാൻ അവസരം കിട്ടി പോന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മക്കൾ ഓർക്കേണ്ടത് എന്നതാണ്. ഓക്കെ, പല മക്കളും മാതാപിതാക്കളെ കുറിച്ച് തിരിച്ചറിയാൻ വൈകിപ്പോകുന്ന ചില സത്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അറിയാലോ, മാതാപിതാക്കളുടെ വീട് അതെപ്പോഴും മക്കളുടെ കൂടിയാണ്. മക്കളുടെ വീട് അത് എപ്പോഴും മാതാപിതാക്കൾക്ക് സ്വാഗതം അരുളുന്ന ഒരിടമാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മാതാപിതാക്കളുടെ പണം എപ്പോഴും മക്കൾക്ക് വേണ്ടിയുള്ളതാണ്. അത് തിരിച്ചറിയുന്നത് മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ തന്നെയാണ്. മക്കൾക്ക് ഒരു തരത്തിലും ഒരു രൂപ പോലും അവരുടെ കൈവശം എടുക്കാനായിട്ടുള്ള ഒരു സോഴ്സ് ഇല്ലാതിരിക്കുന്ന കാലയളവിൽ അവരെ പഠിപ്പിച്ചു, അവരെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തിക്കണമെന്ന രീതിയിൽ 24 മണിക്കൂറിന് 48 മണിക്കൂറാക്കി മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന മാതാപിതാക്കളുള്ള ഒരു നാട് തന്നെയാണ് നമ്മുടെ നാടെന്ന് പറയുക. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അവർക്ക് വേണ്ടിയിട്ട് അവരുടെ പഠന വഴിയിൽ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാതാപിതാക്കളുടെ കഷ്ടപ്പാടും ഉറക്കനിപ്പും എല്ലാം ഒരുപാടായിരിക്കും. എന്നാൽ ഇതെല്ലാം കഷ്ടപ്പാടെല്ലാം കവർ ചെയ്ത് സ്വന്തം വഴിയിൽ ആളായി കഴിയുമ്പോൾ അവർ തിരിഞ്ഞു നിന്ന് മാതാപിതാക്കളോട് പറയും, നിങ്ങളുടെ കടമ മാത്രമേ ഞങ്ങളോട് ചെയ്തിട്ടുള്ളൂ, ഇനി ഞങ്ങൾക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്. എന്നിട്ടൊരു പുറംതിരിഞ്ഞൊരു പോക്കും കൂടി ആകുമ്പോൾ ആ മക്കൾ എത്തി നിൽക്കുന്നത് വലിയ വലിയ പദവിയിലൊക്കെ ആകാം. പക്ഷെ തിരിച്ചറിയേണ്ട മറ്റൊന്നുകൂടി ഉണ്ട്. മക്കൾ ശമ്പളം നേടുന്നു, വലിയ വലിയ ഉദ്യോഗസ്ഥരായി അവർ ഉയർന്ന ശമ്പളം നേടുമ്പോഴും അറിയണം അത് മക്കളുടെ പണം മക്കളുടേത് മാത്രമാണ്. ആ പണം അവർ മാതാപിതാക്കൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടണമെന്നില്ല. എന്നാൽ മാതാപിതാക്കളാവട്ടെ മക്കൾക്ക് വേണ്ടി ഓരോ യൂണിറ്റ് പണവും മാറ്റി നീക്കി മിച്ചം പിടിച്ച് കഷ്ടപ്പാട് സഹിച്ച് ഒക്കെ ആയിരിക്കും അവരെ ഓരോരോ നല്ല നല്ല ഉയരങ്ങളുടെ വഴികളിലേക്ക് എത്തിക്കുന്നത്. ഇത് തിരിച്ചറിയേണ്ടതല്ലേ മക്കൾ? അന്നം വയറ് നിറയെ കഴിക്കാനില്ലാതിരിക്കെ മുണ്ട് മുറുക്കി കൊടുത്തുകൊണ്ട് തന്നെ കഷ്ടപ്പാടിന്റെ വഴികളിലൂടെ ഒക്കെ സഞ്ചരിച്ചിട്ടായിരിക്കും തങ്ങളിൽ കിട്ടിയ പണം എല്ലാം മക്കൾക്ക് വേണ്ടി വിനിയോഗിച്ച് അവരെ എത്തിക്കേണ്ടിടത്ത് എത്തിച്ചു എന്നുള്ളൊരു ചാരിതാർത്ഥ്യത്തിൽ മാതാപിതാക്കൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മാതാപിതാക്കളുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, ജീവിതകാലം നിങ്ങളുടെ പ്രായവും കഴിഞ്ഞ് നല്ലൊരു വാർദ്ധക്യത്തിന്റെ വഴിയിലേക്ക് എത്തുമ്പോൾ എല്ലാ വഴികളിലും ഈ മക്കൾ തങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും എന്നുള്ള ഒരു കരുതലും ഒരു ചിന്തയും തന്നെയാകും ഏതൊരു മാതാപിതാവിനെയും മക്കളോടൊപ്പം ചേർത്ത് നിന്ന് അവരെ മുന്നോട്ട് നയിക്കുന്നത്. എന്നാൽ മക്കൾ എത്തിക്കഴിഞ്ഞാലോ, ആ മക്കൾ എത്തുന്നത് വരെ അവർക്ക് മാതാപിതാക്കളോട് സംസാരിക്കാതിരിക്കാനോ പിണങ്ങാനോ ഒന്നും അവർക്ക് സാധിക്കില്ല. പക്ഷെ അവരെത്തേണ്ട വഴിയിൽ എത്തിക്കഴിയുമ്പോൾ വഴിവക്കിൽ വെച്ച് ആരെങ്കിലും അവരിഷ്ടപ്പെടുന്ന ഒരാളെയും കൂടി കണ്ടെത്തി കൂടെ കൂടി കഴിഞ്ഞാലോ പിന്നെ അവരുടെ ജീവിതവും അവരുടെ നീക്കിവെപ്പും അവരുടെ കരുതലും ഇതെല്ലാം ആർക്ക് വേണ്ടി മാത്രമായി മാറും? കൂടെ കൂടുന്ന ആണായാലും പെണ്ണായാലും അവർക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കും. പിന്നെ മാതാപിതാക്കളെ ഒന്ന് വിളിക്കണമെന്നോ മാതാപിതാക്കൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ കാലവും പിണങ്ങി അവരെ വിളിക്കുകയോ അവരോട് സംസാരിക്കാൻ കൂട്ടാക്കാതെയും ഇരിക്കുന്ന ഒരു യുവതലമുറയുള്ള കാലഘട്ടമാണിത്. അപ്പോൾ ഈ കാലഘട്ടം മൊത്തവും അവർക്ക് വേണ്ടിയിട്ട് അവരുടെ വഴിയിൽ ആളാകുവാനായിട്ട് നിന്ന് കൊടുത്ത ആ കാലയളവ് മൊത്തവും മനസ്സുകൊണ്ട് ഉരുകിയതും മനസ്സുകൊണ്ട് ഓടിയതും ഒക്കെ അവരാർക്ക് വേണ്ടി ആയിരുന്നു എന്ന് അവർ ചിന്തിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഇനിയുള്ള കാലത്തിന്റെ ബാക്കി പത്രം ചിന്തിച്ചാലോ, ശൂന്യത മാത്രം, ഒറ്റപ്പെടൽ മാത്രം. അതായിരിക്കും അവർക്ക് മക്കൾ കൊടുക്കുന്ന വലിയ സമ്മാനം. എന്നാൽ അവർ സമ്മാനം കൊടുക്കും. ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പൈസയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം സഹിച്ചുകൊണ്ട് അവരെ ആളാക്കി കൊണ്ടുവന്നു കഴിയുമ്പോൾ അവരോടൊപ്പം കൂടി കൂട്ടുകൂടുന്ന ആണായാലും പെണ്ണായാലും അവരുടെ ജീവിത വഴിയിൽ പിന്നീട് അങ്ങോട്ടുള്ള അയാളാണ് അവർക്ക് എല്ലാം എന്ന് കരുതിക്കൊണ്ട് വേണ്ടതെല്ലാം സമ്മാനമായിട്ട് പലതും അവർക്ക് വാങ്ങിയും കൊടുക്കും, വേണ്ടതെല്ലാം കൊടുക്കും.
എന്നാൽ തിരിച്ച് മാതാപിതാക്കളെ ഒരു സമയത്തൊന്ന് വിളിച്ച് അമ്മ ഭക്ഷണം കഴിച്ചോ, അല്ലെങ്കിൽ അച്ഛൻ എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നതിന് വരെ മടി കാണിക്കുന്ന മക്കളുള്ള കാലമാണ്. ഇനിയും അറിയുക, മാതാപിതാക്കൾക്ക് സ്വത്തുക്കൾ ഉണ്ടെങ്കിലോ അത് തീർച്ചയായും മക്കൾക്ക് അവകാശപ്പെട്ടതാണ്. മക്കളുടെ സ്വത്തുക്കളോ അത് എപ്പോഴും മാതാപിതാക്കൾക്ക് അവകാശപ്പെട്ടതാകണമെന്നില്ല. മാതാപിതാക്കളുടെ പാസ്ബുക്കുകൾ അത് എപ്പോഴും മക്കളുടെ കണ്ണിൽ അത് ഒരു എന്താ പറയുക തുറന്ന പുസ്തകമാകും. എന്നാൽ മക്കൾ ജോലി സമ്പാദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അക്കൗണ്ടും അവരുടെ സാമ്പത്തിക സ്രോതസ്സും അതിനെപ്പറ്റി മാതാപിതാക്കൾ അറിയാനെന്ന് ശ്രമിച്ചു പോയാലോ ഏറ്റവും വലിയ അപരാധമായിരിക്കും. അത് തിരക്കാൻ നിങ്ങൾക്ക് എന്താ കാര്യം, ഞാൻ നിങ്ങളുടെ അടിമയാണോ എന്നുള്ള ചോദ്യവുമായിട്ടായിരിക്കും മക്കൾ മാതാപിതാക്കളുടെ നേരെ വരിക. സത്യമാ, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി എല്ലാം നൽകും. അവർ തിരിച്ചാഗ്രഹിക്കുന്നത് എന്താ? അവരുടെ സ്നേഹവും കരുതലും അത് ജീവിതകാലം മൊത്തം സംരക്ഷണ കവചമായിട്ട് മാതാപിതാക്കളോടൊപ്പം ഉണ്ടാകണം എന്നത് മാത്രമാകും. എന്നാൽ ഇന്നത്തെ മക്കളോ എന്തെങ്കിലും വേണ്ടാതീനം കാണിച്ച് ഏതെങ്കിലും ഒരമ്മ മക്കളോട് അല്പം വഴക്കു പറഞ്ഞു പോയാലോ പിന്നെയുണ്ടല്ലോ അവർ എത്തേണ്ട വഴിയിലെത്തി. ഇനി ഞങ്ങൾക്ക് നിങ്ങളെയൊന്നും ആശ്രയിക്കാതെ കഴിയാനുള്ളതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന ഭാവവും കാണിച്ച് പിന്നെ അവരെ വിളിക്കില്ല, അവരോട് നേരെ നോക്കില്ല, അവരോട് സംസാരിക്കില്ല. ഇതൊക്കെയാണ് ഇന്നിൻ്റെ പ്രതിനിധിയ മക്കൾ ഇന്ന് ചെയ്തു പോരുന്നത്. ശരിയല്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. താങ്ക് യു സോ മച്ച്.